ഹായ്, ഞാൻ നിങ്ങളുടെ ഫോക്സ്. സോ നമ്മളെന്തായാലും കുറേ വീഡിയോ ഇട്ടിട്ട് എന്തായാലും എക്സാംസൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെന്തായാലും വീഡിയോ കണ്ടിന്യൂ ഇടും. സോ ലെറ്റ്സ് ബിഗിൻ. ഗൈസ്, സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് എക്സ്പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 2. സോ നമ്മളെന്തായാലും കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് നമുക്കെന്തായാലും ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബേസ് ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സോ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്ന് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാണ് ഇതാണ്ട് ഇവിടെ ഒരു ബാമ്പ് നമ്മളിവിടെ നിന്ന് നട്ട് വെച്ചിട്ടുണ്ട്. സോ ഇത് നമ്മളിവിടുന്ന് വളർന്നിട്ട് നമ്മളിവിടുന്ന് എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു വീറ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു വീറ്റ് ഫാം, നമ്മളൊരു ചെറിയൊരു വീറ്റ് ഫാം നമ്മളിവിടെ റെഡിയാക്കി. ഒരു അടിപൊളിയാണ്. നമുക്കിതാണ്ട് ഇവിടുന്ന് 5 ബ്രെഡൊക്കെ നമുക്ക് കിട്ടിയതാണ്. സോ അത് നമ്മൾ നല്ല യൂസായിട്ട് നമുക്ക് ഫുഡിനൊക്കെ നമ്മൾ റെഡി ആവുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ചെസ്റ്റിൽ കുറച്ച് അയണുണ്ട്. അത് നമ്മൾ കുറച്ച് കേവ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ കുറച്ച് കിട്ടിയതാണ്. കുറച്ച് കിട്ടിയുള്ളൂ, നമുക്ക് കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ഈ ഒരു ബേസ്, നമ്മളിവിടെ ബേസ് ഉണ്ടാക്കുന്നത്. സോ ഇതിൻ്റെ താഴെ ഫുള്ള് കേവാണ്. നമുക്കൊന്ന് താഴോട്ടും മൈൻഡ് ചെയ്യാനേ പറ്റില്ല, കാരണം ഒരു വലിയ കേവാണ് താഴെ ഉള്ളത്. സോ നമ്മൾ ആ കേവിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ മൈൻഡ് ചെയ്ത് 19 അയൺ നമ്മൾ കളക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അവിടെ കുറച്ച് ഷുഗർ കെയിൻ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബേസ് ഉണ്ടാക്കുന്നതിന് കുറച്ച് സ്റ്റോൺ നമ്മൾ കളക്ട് ചെയ്തു. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനം നമ്മളൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കിയില്ലേ. താഴെ കേവാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റോൺ മൈനിങ് ഏരിയ ആക്കി. ഇവിടെ ഫുള്ള് നമ്മൾ സ്റ്റോൺ നമ്മൾ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ടേക്കാണ്. ഇവിടെ നമ്മൾ കുറേ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോൻ്റെ ഫസ്റ്റ് ഗോൾ നമുക്ക് എന്തായാലും ചെയ്യണം. സോ അതിനായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് ആർമൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ നമ്മളിൽ അത്രയ്ക്ക് ആയണം നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ആർമറൊക്കെ ക്രിയേറ്റ് ചെയ്യാം. സോ ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ക്രിയേറ്റ് ആണ്. സോ ബേസ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോൺ ബ്രിക്ക് സ്റ്റെയർസ് ഉണ്ടാക്കുകയാണ്. അത് നമ്മളെടുത്തിട്ട് നമുക്ക് ഈ ഒരു ബേസിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്കൊന്ന് വരയ്ക്കണം. സോ ഗൈസ്, ഞാനിവിടെ ഒരു ഔട്ട്ലൈന് ഞാനൊന്ന് അങ്ങോട്ട് വരയ്ക്കട്ടെ. സോ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ അതും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ടൈം ലാപ്സ് നമുക്ക് പോകാം. ഓക്കെ, നമ്മളങ്ങനെ ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ചെസ്റ്റിലുള്ള ഐറ്റംസ് നമുക്കിനി ബേസിക് കൊണ്ട് സോർട്ട് ചെയ്യണം. നമ്മളവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സിസ്റ്റം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ ബേസിലേക്ക് കൊണ്ടുവന്ന് നോക്കാനുള്ള ഐറ്റംസ്. സോ അത് വെച്ചിട്ട് അതും നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ അതാണ്ട് എല്ലാം നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ അടുക്കിയും ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഗോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ബേസ്. ഇതാണ്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഇനി എക്സ്പ്ലോറിങ് ടൈമാണ്. സോ നമുക്കെന്തായാലും ഇവിടെ ഇരിക്കുന്ന കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ പൊട്ടിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ സ്പേസ് ഇല്ലായിരുന്നു. അതും കൂടി നമുക്ക് ബേസിലേക്ക് എടുത്തു വെച്ചിട്ട് നമുക്ക് പോകാം. സോ നമുക്കെന്തായാലും ഇത് എവിടെയാണ് വെക്കേണ്ടത് നോക്കിയിട്ട്. ഇതാണ്ട് ഇവിടെയാണ് പൂവും സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടികൾ നോക്കാം. സോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി. സോ ഗൈസ്, അവിടെ കുറച്ച് വീറ്റ് ഇരിപ്പുണ്ട്, അതും കൂടി എടുത്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കെന്തായാലും പോകാം. സോ നമുക്ക്
ബോട്ട് എടുത്തിട്ട് നമുക്ക് അവിടെ സൈഡിലായിട്ട് റിവർ ഉണ്ട്. സോ അതുവഴി റിവർ വഴി നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സ്ഥലം. നമുക്ക് ഇവിടെ കുറച്ച് ഷുഗർ കെയിനുണ്ട്. സോ അത് നമുക്ക് വന്നിട്ട് എടുക്കണം. സോ ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കെന്തായാലും ഫസ്റ്റ് ആവുന്നതിന് നമുക്ക് നോക്കാം. സോ 1 2 3 4 5. സോ നമുക്ക് ഈ വഴി പോകാം. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് 5 സോ നമുക്കെന്തായാലും ഈ വഴി പോകാം. സോ നമ്മുടെ ബോട്ട് വെച്ചിട്ട് നമുക്ക് നേരെ വിടാം. സോ അയ്യോ, അവിടെ ഷീപ്പിനെ തല്ലിക്കൊന്നു എല്ലാവരും കൂടി. അയ്യോ, എന്ത് ചെയ്യാനാ. ഓക്കെ, നമുക്കെന്തായാലും പോവാം. ഇവിടെ ഫുള്ള് മരമാണ്. എവിടെയാണ് വില്ലേജ് കിട്ടണമെന്നാണ്. വില്ലേജ് അല്ലെങ്കിൽ ഇവിടെ സൈഡിൽ ഡെസേർട്ടാണെന്ന് എൻ്റെ ഒരു സംശയം. ഞാൻ അന്ന് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഈ വഴിയൊന്ന് ജസ്റ്റ് മരം വെട്ടാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഡെസേർട്ടാണ്. അതെ, ഡെസേർട്ടാണ്. സോ ഇവിടെ ഡെസേർട്ട് വില്ലേജും ഡെസേർട്ട് ടെമ്പിളും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഏതെങ്കിലും ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുമായിരുന്നു. എന്തായാലും നമുക്ക് ഈ വശം പിടിച്ചു പോകാം. നമുക്കിത് ഈ ഒരു ചാനലിൽ നമ്മളൊരു ബിഗ് പ്രൊജക്റ്റ് നടത്തുന്നുണ്ട്. ബിഗ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഗാ എക്സ്പ്ലെയിൻ എന്നാണ് അതിൻ്റെ ഞാൻ പേര് എടുത്തിരുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യാനുള്ള പരിപാടികളൊന്നും ആയിട്ടില്ല. സോ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതാണ്. ഒരു മെഗാ ലെക്സ് പ്ലേ. അത് വെറും 10 2 എപ്പിസോഡൊന്നുമല്ല, അത് കുറേ എപ്പിസോഡുള്ളൊരു മെഗാ സീരീസാണ്. സോ നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനത് ഇടാൻ തയ്യാറാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നു. സോ അതൊരു അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ആരും ചെയ്യാത്തൊരു കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ അതിനകത്ത് ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ ഗൈസ്, നമുക്കിവിടെ എന്തായാലും വില്ലേജ് കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ലൂട്ട് ചെയ്തിട്ട് നമുക്കെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോളായിട്ടുള്ള സെക്കൻഡ് ഗോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് ഇവിടെ നിന്ന് പോവാം. സോ നമ്മുടെ 7 പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട്. അതും പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഒരു ചെസ്റ്റ്. ഓക്കെ, തുറന്ന് നോക്കാം. ഓക്കെ, കുറച്ച് ബ്രെഡും കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് വീറ്റും കിട്ടിയിട്ടുണ്ട്. സോ അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത വീട്. ഇവിടെ അവൻ പാചകം ചെയ്യുന്നു. സോ നമുക്കെന്തായാലും ഇവിടെ നിന്ന് എന്തായാലും പോവാം. ഇടയിൽ നിന്നെടാ പോടാ. ഓക്കെ, ഇവിടുണ്ട്. അറിയാണ്ട് അവിടെ ഞെക്കി. ഓക്കെ, ഇത് ഞെക്കിയിട്ട് നമുക്ക് വാതിൽ കടച്ചെടുത്തിട്ട് പോവാം. സോ ഇവിടെ ഒന്നുമില്ല. നല്ലൊരു പൂച്ചക്കുട്ടി. ഇവിടെ ഒന്നുമില്ല. നമുക്കിനി അടുത്ത വശം. ഇവിടെ ഒന്നുമില്ല. എന്താടെ, എല്ലായിടത്തും ഒന്നുമില്ലല്ലോ. ഇവിടെ ഒന്നുമില്ല, അങ്ങോട്ടില്ല. ഇതാണ്ട് ഈ വലിയ ടവറിൽ എന്തെങ്കിലും ഉണ്ടാവും. ഏറ്റവും ടോപ്പിലായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഇത് ഡയമണ്ട് എന്തെങ്കിലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെന്തായാലും അത് നോക്കുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും മുകളിലേക്ക് പോകാം. മുകളിലേക്ക് ഇവിടെ കയറി പോകാം. ഇവിടെ ഒന്നുണ്ട്. ഓക്കെ, കുറച്ച് ക്യാക്ടസും പിന്നെ കുറച്ച് ബ്രെഡും കുറച്ച് വീറ്റും എടുത്തേക്കാം. സ്കൂട്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പോകാം. ഓക്കെ, സോ അതും റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ പോകാം. ഓക്കെ, നമ്മളിത് ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. സോ നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് നേരെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഗൈസ്, ക്യാമൽ. നമ്മുടെ പുതിയ അപ്ഡേറ്റ് വന്ന ക്യാമൽ. യെസ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി ഒട്ടകമന്തി. നമുക്ക് കിടന്നൊക്കെ തന്നു. നമുക്കെന്തായാലും കുറച്ച് മഞ്ഞളും മുളക് പൊടിയൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, നമ്മൾ ഇറക്കി വിട്ടു. പക്ഷെ എന്ത് ചെയ്യാനാ. ഓക്കെ, നമുക്കെന്തായാലും പോയേക്കാം. അതവിടെ നിന്ന് ചില്ല് ചെയ്യുന്നു. നമുക്കെന്തായാലും സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയേക്കാം. ഇവിടേക്ക് എന്തൊക്കെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോൺ കട്ടറൊക്കെ ഉണ്ട്, നമുക്ക് ആവശ്യം വരും. ഇതാണ്ട് ഇവിടെ കുറച്ച് ഹേബയിലും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കെന്തായാലും ഇത്ര നമുക്ക് നോക്കിയാൽ മതി. സോ നമുക്കെന്തായാലും നമ്മളെ ബേസിലേക്ക് നമുക്കെന്തായാലും തിരിച്ചു പോകാം. സോ ഇത്രയേ ഉള്ളൂ. നമുക്കെന്തായാലും എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട്. സോ നമ്മുടെ സെക്കൻഡ് കൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ദിസ് എപ്പിസോഡ് ഈസ് കംപ്ലീറ്റഡ്. നമുക്കെന്തായാലും ഇനി ബേസിലെത്തിയിട്ട് നമുക്കെന്തായാലും നമ്മുടെ വീഡിയോ അങ്ങോട്ട് വൈൻഡ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. നമ്മുടെ മെഗാ ലെറ്റ്സ് പ്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഞാനത് ഇടുന്നതായിരിക്കും. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാനുണ്ട്. അത് മെഗാ തന്നെ കേട്ടില്ല, മെഗാ എപ്പിസോഡാണ്. എന്തായാലും നല്ല വെയിറ്റ് ചെയ്യണം. കുറേ എപ്പിസോഡുള്ള വലിയ സീരീസ് തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. സോ നമുക്കെന്തായാലും ഇതും എടുത്തുകൊണ്ട് നമുക്ക് നേരെ
ബേസിലേക്ക് പോകും. സോ നമ്മുടെ 24ാമത്തെ ദിവസമേ നമ്മുടെ ഈ മൈൻക്രാഫ്റ്റ് വേൾഡിൽ. സോ യെസ്, ലെറ്റ്സ് ഗോ. നമുക്ക് എന്തായാലും ബേസിലെത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബേസിലെത്തിയിട്ടുണ്ട്. യെസ്, ഒരു കുഞ്ഞ് ബേസില്ല, നമുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ബേസ്. ഈ ബേസ് രസമുണ്ട്. പൊട്ടാറ്റോ വെച്ച് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളൊരു ചെറിയ എപ്പിസോഡാണ്, അത്യാവശ്യം കുറച്ച് ലെങ്ത്തൊക്കെ ഉള്ള നമ്മുടെ ഒരു എപ്പിസോഡാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ബേസും ക്രിയേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ബൈ.